നമസ്കാരം. ഇന്നത്തെ ആഗസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സിനിമയിലെ സജീവ സാന്നിധ്യമായ ഒരു വില്ലനെയാണ്. നമുക്കൊന്ന് നോക്കാം ആരാണ്. മിസ്റ്റർ ബിനീഷ്. നമസ്കാരം. കൊച്ചിൻ ചാനലിൻ്റെ ആഗസ്റ്റ് എന്ന പരിപാടിയിലേക്ക് വന്നത് വളരെയധികം സന്തോഷമുണ്ട്. ചോദിച്ചു തുടങ്ങാം അല്ലേ? എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്? സിനിമയിലേക്ക് എത്തുന്നത് ഞാൻ ആദ്യം മോഡലിംഗ് രംഗത്തു നിന്നാണ് ആദ്യം സിനിമയിലേക്ക് വന്നത്. പിന്നെ ബോഡി ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ബോഡി ബിൽഡിംഗ് 4 വർഷം മിസ്റ്റർ എറണാകുളം അത് ശരി ഇട്ടിട്ടുണ്ടിരിക്കും. പിന്നെ എനിക്ക് സിനിമയിൽ കയറണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. അപ്പം വില്ലനായിട്ട് തന്നെ കയറാമെന്നുള്ള ഇതായിരുന്നു. വില്ലൻ തന്നെയായിരുന്നു ഇഷ്ടം. അതെന്താണ് അങ്ങനെ വില്ലൻ? പണ്ടും ഞാനൊരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും വില്ലൻ ലുക്കായിരുന്നു. വില്ലത്തരാണെന്ന് കൂടുതലുണ്ടായത്. ശരി. അപ്പം എനിക്കും വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആള് ഭയങ്കര സീരിയസ് ആണോ, എങ്ങനെ സംസാരിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള. സീരിയസ് ആയിട്ടില്ല, എന്നെ അടുത്തറിയാവുന്ന ആൾക്കാരൊക്കെ അറിയാം എൻ്റെ ഇത്. അതെ, എൻ്റെ ഈ ഗെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അങ്ങനെയുള്ളൂ. ആള് പാവമാണ്. ആള് പാവാണ്. നല്ല പാവമാണ്. ചെറിയ വില്ലത്തരമുള്ള ഒരു പാവം ക്രൂരനാണ് ആണോ? അല്ല, വില്ലത്തരമൊന്നുമില്ല ജീവിതത്തിൽ. അതെ. അപ്പം ഏതാണ് ആദ്യ സിനിമ? ആദ്യ സിനിമ കല്യാണരാമൻ. അതിൽ ഞാൻ ബോഡി ബിൽഡിങ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അതിനോടനുബന്ധമായിട്ടുള്ള ഒരു ഇത് തന്നെ കിട്ടി. ഒരു പാട്ട് സീൻ ഇന്നസെന്റ് സാറിൻ്റെ കൂടെ ബോഡി ബിൽഡിംഗ് ഓടണ സീൻ, സിംഹത്തെ കാണുമ്പോൾ തിരിച്ചു പോയി ആ സീൻ. എങ്ങനെ തോന്നി ആദ്യത്തെ ഷോട്ട്? ആദ്യത്തെ ഷോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ക്യാമറ അങ്ങനെ അധികം ക്യാമറയിലൊന്നും ചെയ്തിട്ടില്ല, ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ കൂട്ടുകാർ 2-3 പേരുണ്ടായിരുന്നു എറണാകുളം ജിമ്മിൽ നിന്ന്. അവരെല്ലാരും ഉണ്ടായപ്പോൾ ഒരു എൻജോയ് ചെയ്താണ് ആദ്യം. സപ്പോർട്ട് കിട്ടി അല്ലേ? ഫ്രണ്ട്സ് കൂടെ രണ്ടും ഇല്ല. പിന്നീട് സിനിമ വരുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അതോടുകൂടി കഴിഞ്ഞാ ഓർത്തത്. പിന്നെയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അവിടെ വെച്ച് കുറെ ബന്ധങ്ങൾ കിട്ടി. ഈ വലിയ വലിയ ആർട്ടിസ്റ്റും കൂടെയാണല്ലോ അന്ന് വർക്ക് ചെയ്തത്. ദിലീപ്, ഇന്നസെന്റ്. അന്ന് ആ സീനില് ആരൊക്കെ ഉണ്ടായിരുന്നു? അവരുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ അന്ന് ദിലീപേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ നായിക ഉണ്ടായിരുന്നു, നവ്യ ഉണ്ടായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു അന്ന്. ദിലീപേട്ടനെ അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ദിലീപേട്ടനെ പറഞ്ഞിട്ട് എന്നെ സെലക്ഷൻ ചെയ്തത് ദിലീപ്. ആദ്യം ദിലീപേട്ടനെ കണ്ടപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പടം അത് കഴിഞ്ഞിട്ട് അഭിനയിച്ചു ദിലീപേട്ടനെ കൂടി. പിന്നെ നമുക്ക് ഏതൊക്കെ സിനിമയാണ് ചെയ്തത് ദിലീപിന്റെ? ദിലീപിന്റെ ഇപ്പം കഴിഞ്ഞിടക്ക് പാപ്പിയപ്പ ചെയ്ത്, ലയൺ ചെയ്ത്, റൺവേ, കുറെ ഓർത്തെടുക്കണം. കുറെ പടങ്ങൾ ദിലീപേട്ടനോട് ചെയ്തിട്ടുണ്ട്. ശരി. എല്ലാ സിനിമയിലും വില്ലനാണ്. വില്ലനായിട്ട് വില്ലൻ തന്നെയാണ് ഇഷ്ടം. വില്ലൻ തന്നെയാണ് കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ശരി. എന്നെ കാണുമ്പോ എല്ലാരും വില്ലനായിട്ട് വിളിക്കുള്ളൂ. അതിന് വേണ്ടിയാണോ? താടി വളർത്തിയതാണോ? അല്ലെങ്കിൽ താടി വളർത്തിയതല്ല, അത് ഞാൻ ആദ്യം താടിയും മീശയൊന്നുമില്ലാതെ സിനിമയിൽ ചെന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ അറിഞ്ഞു ഈ താടിക്ക് പിന്നിൽ ഒരു സ്റ്റോറി, ഒരു കഥ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? കഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിനിമയിൽ വെച്ച് തന്നെ ഉണ്ടായതാണ്. സിനിമയിൽ ഞാൻ ആദ്യം ചെല്ലുമ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല വില്ലന് ഇങ്ങനെ താടി വേണം, ഇങ്ങനെ ഒരു ആളായിരിക്കണമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല.
താടി വേണമെന്നുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു. താടി ഉണ്ടെങ്കിൽ ഇത്തിരി വില്ലത്തരം ഉണ്ടാവും, ഒരു പ്രായം തോന്നിക്കും. മെയിൻ നടന്മാർക്കൊക്കെ പ്രായം ഉണ്ടല്ലോ, അവരുടെ കൂടെ കൂട്ടുകാരും അങ്ങനെയുള്ള വേഷമായിക്കോളൂ വില്ലനായിട്ട്. അപ്പൊ ചെറിയ താടി ആദ്യം വളർത്തി, അണ്ണൻ തമ്പിയിലാൻ താടി വളർത്തി. അതിനപ്പോൾ എനിക്കത് പിന്നെ താടി വെട്ടാൻ പറ്റില്ല. അപ്പോൾ ആ സിനിമയിൽ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരുപാട് സിനിമകൾ പറ്റിയപ്പോൾ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ താടി വലുതായി, ഇത്രയും വലുതായി. പിന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ താടി എനിക്കൊരു ഉപകാരപ്പെട്ട്. കഴിഞ്ഞ ഇംഗ്ലീഷ് പടത്തിന് ഓഡിഷനിൽ നിന്നപ്പോൾ താടി ഇങ്ങനെ വെച്ചാണ് എനിക്ക് ആ ഓഡിഷൻ കിട്ടിയത്. അതൊരു വലിയ കാര്യമാണ്. ഇംഗ്ലീഷ് മൂവിയിലേക്കാണ് അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്. അതിനെ കുറിച്ച് ഒന്ന് പറയാം അല്ലേ? അതിനെ കുറിച്ച് പറയാം. അത് സോഹൻ റോയ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഡയറക്ഷൻ ചെയ്തേക്കുന്നത്. പിന്നെ 3D ആണ് പടം, ഹോളിവുഡ് പടമാണ്. ഒരു ഫ്രാൻസിൽ ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി പോയേക്കുന്നത്. അതിൽ നല്ല റോളാണ് ചെയ്തേക്കുന്നത്. വില്ലൻ റോളാണെങ്കിലും ആദ്യ അവസാനം വരെയുള്ള റോളാണ് ചെയ്തേക്കുന്നത്. അതിൽ ഇങ്ങനെ ഏകദേശമായിട്ട് ഒരു ഭാഗ്യത്തിന് കിട്ടിയ ചാൻസാണ് ഞങ്ങൾ ചെയ്ത്. സ്റ്റാർ മൂവീസിലൊക്കെ നമ്മളെ കാണാൻ പറ്റും, സിനിമ വരും. ഓഡിഷനിൽ ചെന്നിങ്ങനെ ഒരു സാധനം അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. 60 പേരുണ്ടായിരുന്നു വില്ലന്മാരായിട്ട് ചെയ്യണം. ഒരു 2 പേർക്ക് കിട്ടി. കലാഭവൻ സിനാജി. എന്താ ചെയ്ത് കാണിക്കുന്നത്? സ്റ്റണ്ടല്ല, എല്ലാരും വന്ന സ്റ്റണ്ടൊക്കെയാണ് കാണിച്ചത്. ഞാൻ ചെന്നിട്ട് വെറുതെ നിന്നിട്ട് കണ്ണുകൊണ്ടുള്ള ആക്ഷനും വെറുതെ ഒരു സൈലന്റ് ആയിട്ടുള്ള, ഇംഗ്ലീഷ് പടത്തിലൊക്കെ അങ്ങനെ ആയിക്കല്ലോ, ആക്ഷൻ അധികം ഓവറായിട്ട് ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ ഗെറ്റപ്പ് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അവര് സെലക്ട് ചെയ്യുന്നപ്പോ പറഞ്ഞില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞു വേറെ പടത്തിലൊന്നും പോകരുത്, നമുക്ക് 1 വർഷം ഉണ്ടാവുന്നുണ്ട് ഷൂട്ടിങ്. ഒരു വർഷം വേറെ ഫിലിം ചെയ്തില്ല. ഹൈദരാബാദൊക്കെ ദുബായൊക്കെ ഉണ്ടാവുന്നുണ്ട് ഷൂട്ട്. ഇന്ത്യക്ക് പുറത്തൊക്കെ ചെയ്താണ്. ഇന്ത്യയിലുണ്ടായിരുന്നു ഹൈദരാബാദ്. പിന്നെ നമ്മുടെ ആലപ്പുഴയിൽ, കേരളത്തിലെ ആലപ്പുഴയിൽ ചെയ്തതാണ്. പിന്നെ ഫാമിലിയെ കുറിച്ച് എന്താണ് പറയാൻ? ഫാമിലി കലാരംഗത്തിൽ നിന്ന് നല്ല ഇതായിട്ടുള്ള ചേട്ടനുണ്ട്, സുരേഷ് എന്ന പേര്. ഫിലിമിലുണ്ടോ? ഫിലിമിലല്ല, പുള്ളി ഡാൻസറാണ്. കോറിയോഗ്രാഫി ചെയ്യും. മൈക്കൽ ജാക്സന്റെ ഡാൻസ് കളിക്കണം. സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്. കൊച്ചി ജാക്സൺ അറിയപ്പെടുന്നത്. അത് ശരി. അപ്പം ചേട്ടന്റെ ഇത് കിട്ടിയിട്ടുണ്ടോ ഡാൻസ്? ചേട്ടനാണ് എനിക്ക് കൂടുതലും. ചേട്ടൻ കലയായിട്ടൊരു ബന്ധമുണ്ട്. അപ്പൊ എന്റെ ഹെയർ സ്റ്റൈലും എന്റെ താടിയുടെ ഇതൊക്കെ ചെയ്തതിന്റെ ചേട്ടനാണ്. ഞാൻ മുടി വെട്ടിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ പോകുള്ളൂ. താടിയൊക്കെ ചെയ്ത ഞാൻ ചേട്ടനാണ്. ചേട്ടക്ക് പണ്ട് തുടങ്ങിയൊരു ഇതുണ്ട് അതിനോടുള്ള ഒരു ഈ മുടിയും ബ്യൂട്ടി അല്ലേ, പാർലറിന്റെ ഒരു അത് ചെയ്തു തരും. പിന്നെ ഞാൻ ഇപ്പൊ തോന്നുന്നു കൂടുതൽ ഡാൻസേഴ്സും മുടി നീട്ടി താടി വളർത്തിയാണ് അല്ലേ? ചേട്ടനും ഉണ്ടോ താടിയും മുടിയും ഒക്കെ? താടിയില്ല ചേട്ടക്ക്, മുടിയുണ്ട് ചേട്ടക്ക്. പിന്നെ വേറെ അച്ഛൻ അമ്മ? അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞല്ലോ. അമ്മച്ചിയുണ്ട്, പിന്നെ ഒരു ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല. താടിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അധികം പ്രായമില്ല. കാണുന്ന പോലെയല്ല, വില്ലത്തരം സിനിമയിൽ മാത്രമേ ഉള്ളൂ, ജീവിതത്തിലില്ല. വളരെ കുട്ടിത്തമാണ്, കുട്ടിയാണ്. ഓക്കെ. ഇനി തമിഴ് ഫിലിമിന്നോ തമിഴിൽ നിന്ന് ഇപ്പൊ എന്റെ പുതിയ പടത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? പറയൂ. ഇപ്പൊ ഞാൻ എല്ലാ പടത്തിലും ഞാൻ ഗുണ്ടാവേഷങ്ങളാണ് കൂടുതൽ ചെയ്തേക്കണം. ഇത് വില്ലനല്ല, ഇത് അല്ല മെയിൻ വില്ലനായിട്ട് കിട്ടി എനിക്ക്. റെയിൽവേ ഗേറ്റ് എന്ന പടത്തിന്റെ പേര്. അത് ആഫീസ് ഇസ്മയിലെ ഡയറക്ഷൻ ചെയ്യണം. അതുപോലെ കോക്കാൻ എന്ന കഥാപാത്രമാണ്. പേര് കേൾക്കുമ്പോഴേ നമ്മള് പിള്ളേരൊക്കെ. അപ്പൊ അതിലും എനിക്ക് താടി വിനയായി എന്ന് പറഞ്ഞാൽ, അതിൽ കോക്കാൻ എന്ന കഥാപാത്രം ചെയ്യാനായിട്ട് അങ്ങനെ ആരും ആപ്റ്റല്ല. യാദൃശ്യമായിട്ട് ഞാനൊരു പടം ചെയ്തോണ്ടിരിക്കുമ്പോ അതിന്റെ ഡയറക്ടർ, ഇപ്പൊ റെയിൽവേ ഗേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഡയറക്ടറിനെ കണ്ട് ഇങ്ങനൊരു കഥാപാത്രം ഉണ്ട്, എനിക്ക് ചേരുന്ന കഥാപാത്രമാണെന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ചെറിയൊരു ഭാഗം ചെയ്ത് കാണിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ കാസ്റ്റ് ചെയ്ത നാടൻ കഥാപാത്രമാണ്. മുക്കാമുണ്ടും ചെക്ക് ഷർട്ടൊക്കെ ഇട്ട് എനിക്ക് കിട്ടി ഏകദേശം ഒരു രൂപം കിട്ടി. അപ്പൊ ആ ഫിലിമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. കാണണമല്ലോ, എല്ലാരും കാണണം. എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്ന പടമാണ്. അതെല്ലാരും തീർച്ചയായും കാണണം.
അപ്പൊ താടി എപ്പോഴും ഉപകാരമാണ്. പിന്നെ ഏഞ്ചൽ ജോണിൽ ലാലേട്ടൻ്റെ കൂടെ നല്ലൊരു എന്താ ഫീൽ ചെയ്തത് അപ്പം ലാലേട്ടന്റെ കൂടെ? അത് ഞാൻ ആ സിനിമയിൽ ചെറിയൊരു വേഷത്തിന് വേണ്ടി ചെന്നത്. ആദ്യം ഒരു ഇന്റർനെറ്റ് കഫേ തല്ലിപ്പൊളിക്കുന്ന സീന്. ലാലേട്ടൻ അവിടെ ഇരിക്കണ്ടായിരുന്നു ചെയ്തോണ്ടിരിക്കുമ്പോ. അപ്പൊ വില്ലന്മാർ കൂട്ടത്തിൽ ഞാനാണ് ഫ്രണ്ട് ചെയ്യുന്നതെല്ലാം ചെയ്തോണ്ടിരുന്ന വെച്ചാൽ അപ്പൊ ചില്ലടിച്ച് പൊട്ടിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. ചില്ലടിച്ച് പൊട്ടിച്ചപ്പോ എന്റെ കൈ മുറിഞ്ഞായിരുന്നു. കൈ മുറിഞ്ഞിട്ട് ഞാൻ ഷോട്ട് പോകാതിരിക്കാൻ വേണ്ടി അതേ വകാതെ ഞാൻ ചില്ലും ചവിട്ടി പൊളിച്ച് ഇറങ്ങി വന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ കൈ അടിച്ചു എല്ലാവരും. ലാലേട്ടനെ കണ്ട അപ്പൊ കൈക്ക് എന്തെങ്കിലും പറ്റിയാൽ നോക്കാൻ പറഞ്ഞു. അവന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പറയാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് അത് എന്തോ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ താടി ഒറിജിനലാണെന്ന് വെച്ചു. താടി ഒറിജിനലാണ്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു എയർപോർട്ടിലൊന്നും ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ശരിയാ. അപ്പം ആള് കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് അത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു സീനുണ്ട് ലാലേട്ടൻ്റെ കോമ്പിനേഷൻ സീൻ. ഒരു 10 മിനിറ്റോളം എന്നെ ഓടിച്ചിരുന്ന ഒരു സീനുണ്ട് ഒരു കള്ളനായിട്ട്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞ അതിന് ഈ പുള്ളിനെ ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനായിട്ട് ഫൈറ്റ് ചെയ്യാനായിരുന്നു. ഒരു ഫസ്റ്റ് ലാലേട്ടൻ എന്നെ പിടിക്കുന്ന സീനുണ്ട്, നേരത്തെ പിടിക്കുന്നത്. അപ്പൊ ലാലേട്ടൻ ഞാൻ പണ്ട് തുടങ്ങി നമ്മൾ ജനിച്ച ശേഷം തുടങ്ങിയ സിനിമയിൽ കാണുന്നതല്ല. അപ്പൊ ഞാൻ പുള്ളിയുടെ കൂടെ തൊട്ട് അഭിനയിക്കാൻ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ആദ്യം. ലാലേട്ടൻ എന്നോട് പറഞ്ഞു മോനെ പേടിക്കൊന്നും വേണ്ട, ഇത് സുഖമായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സ്ഥാനത്ത് നിന്നിട്ട് പുള്ളി ഇങ്ങനെ ഓരോ സ്റ്റെപ്പും കാണിച്ചിരുന്നു, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. മാസ്റ്റേഴ്സ് ഉണ്ടാവും. എന്നാലും ലാലേട്ടനാണ് കൂടുതലും എന്നെ കാണിച്ചിരുന്നത്. പിന്നെ ഇപ്പൊ ലാലേട്ടന്റെ പടത്തിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ മോനെ കഴിച്ചോന്ന് നോക്കോ, ഭക്ഷണം കഴിച്ചോന്ന് നോക്കോ, എപ്പൊ കണ്ടാലും കഴിച്ചോന്ന് നോക്കോ. നല്ല കാര്യമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഹീറോസ് ആണ്, നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. മോഹൻലാലാണ് ഹീറോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഫീൽ. പക്ഷെ ഹീറോസ് നമ്മളോട് ഭയങ്കര കൂളാണെങ്കിൽ നമുക്കും അല്ലെ, ഈ നായകനും വില്ലനും ഒരേ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് അല്ലെ സിനിമയിൽ ആണോ? അതന്നെ. ലാലേട്ടനിലൂടെ എഞ്ചിൻ ജോണിൽ പോണ്ടിച്ചേരിൽ നല്ല വെയിലായിരുന്നു ആ സമയത്ത്. അപ്പൊ ഒരു ദിവസം മുഴുവനും ഓടിക്കുന്ന സീനാണ് തന്നെ. ഞാനും ലാലേട്ടന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓടിയിട്ടാണ് സ്പീഡ് കൂടി പോണു. ലാലേട്ടൻ പറഞ്ഞ അത്ര സ്പീഡൊന്നും വേണ്ട മോനെ, എനിക്ക് പഴയ പോലെ ഓടാൻ പറ്റില്ല. പയ്യെ ഓടിയാവുന്നുണ്ട് ലാലേട്ടൻ എന്റെ സ്ഥാനത്ത് നിന്ന് ഓടിയൊക്കെ കാണിച്ചു തന്നെയാണ്. ഇതന്നെ ജസ്റ്റിൻ ഡയറക്ടർമാർ ലാലേട്ടൻ്റെ കൂടെ കൊണ്ട് തന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരോട് പുള്ളി ചെയ്യുന്ന ആളാണ്, നിങ്ങൾ പറഞ്ഞ് തെറ്റിപ്പിക്കാനും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തോക്കുണ്ടായിരുന്നു. ആരുടെ കൂടെ അഭിനയിച്ചതാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്? അങ്ങനെ ചോദിക്കാമോ? പലരും അങ്ങനെ പറയാറില്ല. ഞാൻ എന്നാലും ഒരു കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ആരുടെ കൂടെ? ഓക്കെ,